കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തിരൂർ നിയോജക മണ്ഡലത്തിൽ വിസ്മയ വിജയം തീർത്ത കുറുക്കോളി മൊയ്തീൻ. താന്നൂർ മണ്ഡലത്തിൽ ചരിത്രത്തിലാദ്യമായി 2 തവണ UDFനെ പരാജയപ്പെടുത്തി ചെങ്കൊടി പാറിച്ച വി അബ്ദുറഹ്മാനെയാണ് 24,137 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ LDFിലെ ഗഫൂർ പിലിലീസിനെ 7,026 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. 6 പഞ്ചായത്തിലും തിരൂർ നഗരസഭയിലുമടക്കം കുറുക്കോളി മൊയ്തീനാണ് ലീഡ് ചെയ്തത്. വോട്ടിന് പുറകിലാവുമെന്ന് ഇടതുപക്ഷം നേരത്തെ കണക്കുകൂട്ടിയിരുന്നെങ്കിലും വി അബ്ദുറഹ്മാന്റെ വ്യക്തിപരമായി നേരിടുന്ന വോട്ടുകളാൽ 3000-ഓളം വോട്ടുകൾക്ക് വിജയിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. തിരൂർ നഗരസഭ, വെട്ടം, തലക്കാട് പഞ്ചായത്തുകളിൽ അബ്ദുറഹ്മാൻ ലീഡ് നേടാനാവുമെന്നും വിലയിരുത്തി. എന്നാൽ തിരൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണ നേടിയ 619 നിന്ന് 2591 വോട്ടും വെട്ടത്ത് 441 നിന്ന് 1611 വോട്ടിന് ലീഡായി ഉയർന്നു. CPMന്റെ ശക്തി കേന്ദ്രമായ തലക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDFന് 2056 വോട്ടിന്റെ ലീഡ് നൽകിയപ്പോൾ ഇത്തവണ കുറുക്കോളിക്ക് 1371 വോട്ടിന്റെ ലീഡ് നൽകി. കൽപ്പകഞ്ചേരിയിലും തിരുനാവായിലും ഭൂരിപക്ഷം 5000-ന് മുകളിൽ നേടാനായി. ആദവനാട് 4666-ഉം തിരൂർ നഗരസഭ 2591 വോട്ടിന്റെ ലീഡും നൽകി. ഒരു പഞ്ചായത്തിൽ പോലും അബ്ദുറഹ്മാന് ലീഡ് നേടാനായില്ല. വോട്ടർമാർക്ക് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. കൊടും ചൂടിൽ കടുത്ത പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഈ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. ഈ വിജയത്തിന് സ്വർണ്ണത്തിളക്കമുള്ളൊരു വിജയമാണ് തിരൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇതാ വാരിക്കൊണ്ടവും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആരോ വന്നത്. അതുകൊണ്ട് അവരെ നിഷ്പ്രമമാക്കി ഞങ്ങൾ ഐക്യപ്പെട്ട് നിൽക്കും, ഒന്നിച്ചു നിൽക്കും എന്ന് തെളിയിച്ചു ഇവിടുത്തെ ജനങ്ങൾ. സാംസ്കാരിക പാരമ്പര്യമുള്ള വലിയ രാഷ്ട്രീയത്തിൻ്റെ വലിയ കരുത്തുള്ള തിരൂർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ പിൻബലമുള്ള മണ്ണാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. പണാധിപത്യത്തിന് ജനാധിപത്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തത വരുത്തി. ഈ വിജയത്തിന്, ഈ വലിയ വിജയം സമ്മാനിച്ചതിന് ജനങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിലും മലയാള ഭാഷയിലെ 2 അക്ഷരങ്ങൾ ചേർത്ത് നന്ദി എന്ന 2 അക്ഷരം, അഗൈതവമായ നന്ദി ഞാൻ പറയുകയാണ്. ഇവരുടെ ഈ അധ്വാനത്തിന് ദൈവം അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്നാണ്.